പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണല്ലോ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് സംശയങ്ങളും എൻ്റെ ഓരോ ആശങ്കകളും ഒക്കെ ഒന്ന് പറയുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല, ചിലർ പിന്നെ പലതും പറഞ്ഞു തന്നിരിക്കും. എന്നാലും എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് സംശയങ്ങളൊക്കെ ഞാനിങ്ങനെ പറയുകയാണേ. അതായത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറേ സ്ഥലത്ത് മുനിസിപ്പാലിറ്റികൾ, കുറേ സ്ഥലത്ത് കോർപ്പറേഷൻ, പിന്നെ ബാക്കി എല്ലായിടത്തും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അതായത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. അതിനകത്ത് ജില്ലാതലം, ബ്ലോക്ക് തലം, പിന്നെ ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ മൂന്നായിട്ട് ഇങ്ങനെ വിഭജിച്ചിട്ടാണ് ആ ഇലക്ഷൻ നടക്കുന്നത്. ഈ ഗ്രാമപഞ്ചായത്ത് മാത്രം പോലെ എന്തിനീ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ എന്തിനാണെന്നാണ് എനിക്കൊരു സംശയം. ഈ മുകളിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് നേരിട്ട് ഗ്രാമപഞ്ചായത്തിന് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫണ്ട് മുഴുവനായും ഗ്രാമപഞ്ചായത്തിൽ വിനിയോഗിക്കാനായിട്ട് പറ്റും. ഇത് ജില്ലാ പഞ്ചായത്തിൽ അനുവദിച്ച് അവിടുന്ന് അത് ഇങ്ങോട്ട് ചുമന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ എത്തുമ്പോഴത്തേക്കും കുറേ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ കുറേ അങ്ങ് പൊഴിഞ്ഞു പോവും. കുറേ ആൾക്കാരുടെ കീശയിലോട്ടും പോവും, കുറേ വഴിക്ക് പൊഴിഞ്ഞു പോവും, അങ്ങനെ അങ്ങ് പോവും. അവിടുന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ വന്നു കഴിയുമ്പോൾ അത് പിന്നെ വീണ്ടും ഗ്രാമപഞ്ചായത്തിൽ എത്തിക്കണമല്ലോ. അവിടെ എത്തിക്കുമ്പോഴും അന്നേരം കുറേ ഇത് പലരുടെ കീശയിലോട്ട് പോവും, വഴിക്ക് കുറേ കൊഴിഞ്ഞു പോവും, ഒക്കെ പോവും. ഗ്രാമപഞ്ചായത്തിലെത്തുമ്പോൾ മുകളിൽ നിന്ന് ഈ അനുവദിച്ചിട്ടുള്ള സാധനം ഇവിടെ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ 2/3 ഭാഗം അങ്ങ് പോവും. ബാക്കി 1/3 കിട്ടും ഗ്രാമപഞ്ചായത്തിന്. ഈ 1/3 കൊണ്ട് ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാ മെമ്പർമാരും ഒക്കെ കൂടി പിന്നെ അവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതും ഒക്കെ ചെയ്ത് പിന്നെ അങ്ങനെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു അഭിപ്രായം പറയാനുള്ളതാണ്, ഈ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. ഇത് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്, ശരിയാണോ തെറ്റോന്ന് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നത് ഈ അധികാരത്തിന് വേണ്ടി പിടിവലി കൂടുമ്പോൾ പല പിടിവലി ആണല്ലോ നടക്കുന്നത്. പിടിവലി കൂടുമ്പോൾ എല്ലാവരും ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോരോ സ്ഥാനങ്ങളൊക്കെ അങ്ങോട്ട് ജില്ലാ പഞ്ചായത്തിലൊരു സ്ഥാനം, ബ്ലോക്ക് പഞ്ചായത്തിലൊരു സ്ഥാനമാവും, പിന്നെ ഗ്രാമപഞ്ചായത്തിൽ അതങ്ങനെ വരും. സാധാരണ ജനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെയുള്ള മെമ്പർമാരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവും. അവർ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ആ ഓരോ വാർഡിലുള്ള മെമ്പർമാർക്ക് ലഭിക്കുന്ന രീതിയിൽ പലരും പല രീതിയിൽ ചെയ്യും. ചിലരൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്, ചിലർ നല്ല രീതിയിലൊന്നും അല്ലാതെ ചെയ്യുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ആയാലും ഈ വീതം വെച്ച് വരുമ്പോൾ ഗ്രാമപഞ്ചായത്തിന് 1/3 കിട്ടത്തുള്ളൂ. ബാക്കി 2/3 ഭാഗം വരുന്ന വഴിക്ക് എവിടെയെങ്കിലും ചാടി പോവും, അല്ലെങ്കിൽ പലരുടെ ഗീസയിൽ കൂടെ ആയിട്ട് ഒക്കെ അങ്ങ് പോവും. എന്തെങ്കിലും ആട്ടെ, നമ്മൾ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിന് ഈ ത്രിതല പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്നവർ ഇതുപോലെ നല്ല ആളുകളെ, അതായത് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ, വ്യക്തികളുമായിട്ട് നല്ല ബന്ധങ്ങളുള്ളവരും നല്ല ബോധവും വിവരവുമുള്ള ആളുകളെയും ഒക്കെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ജയിപ്പിക്കുക, അവർക്ക് വോട്ട് കൊടുക്കുക. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലൊന്നും ആർക്കെങ്കിലും വോട്ട് കൊടുത്താലൊന്നും സാധാരണക്കാരന് വലിയ മെച്ചമൊന്നും ഉണ്ടാകില്ല. അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറച്ച് ആളുകൾക്കും അവരുടെ സിൽബന്ധികൾക്കും അങ്ങനെയുള്ള ആളുകൾക്കും ഒക്കെ, പിന്നെ ഇതേക്കുറിച്ച് ഇതിനു മുമ്പ് നിന്ന് പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും മാത്രം അറിയാം. സാധാരണ ജനങ്ങൾ അവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ജനത്തിന് കൊടുക്കുന്നുണ്ടെന്നുള്ളത് സാധാരണ ജനം അറിയുന്നേയില്ല. സാധാരണ ജനത്തിന് അറിയാനുള്ള ഒരു മാർഗവും ഇപ്പം ഇല്ല. അങ്ങനെയൊരു പരിപാടിയുണ്ട്, ഇങ്ങനൊരു പരിപാടിയുണ്ട്. ഇതിങ്ങനെ അവിടുന്ന് ഇങ്ങനെ വരും. ഇത് സാധാരണ ജനങ്ങൾ അവർ എല്ലാ ദിവസവും രാവിലെ അവരുടെ പണികളും കാര്യങ്ങളുമായിട്ട് അവർ അധ്വാനിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവരുടെ വരുമാന മാർഗം തേടി ഓരോരുത്തരും ഇങ്ങനെ നടക്കും. അതിൽ ഗ്രാമപഞ്ചായത്തിലുള്ള മെമ്പർമാർ ചിലപ്പം പല സാധാരണക്കാരുടെ പല രീതിയിലും നല്ല ഗുണങ്ങളും നല്ല സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏതായാലും നമ്മളെ ഗ്രാമപഞ്ചായത്ത്, ഞാൻ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പെട്ട ആളാണ്. അപ്പോൾ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഉള്ള നല്ല ആളുകളെ നിങ്ങൾ വിജയിപ്പിക്കുക. ഓരോരുത്തരും അവരവരുടെ പഞ്ചായത്തുകളിൽ അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. ഇച്ചിരി ബോധവും വിവരമുള്ള ആളുകളെ വേണം നിങ്ങൾ തിരഞ്ഞെടുത്ത് ജയിപ്പിക്കാനായിട്ട്. തിരഞ്ഞെടുപ്പ് ജയിപ്പിക്കാമെന്ന പോലെ നമുക്ക് വോട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇതിനകത്ത് ബോധവും പൊക്കണവും ഇല്ലാത്തവനും
ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ മിന്നി ജയിച്ചു വരിക. മറ്റുള്ളവൻ്റെ കുറ്റം പറഞ്ഞും മറ്റുള്ളവനെ എങ്ങനെ പിന്നെ പീഡിപ്പിക്കാമോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ വരുന്നവനൊക്കെയാണ് ഇപ്പോൾ ജയിച്ചു വരുന്നത്. അവനൊക്കെ മാത്രമേ ഇപ്പോൾ ഭാവിയുള്ളൂ ഈ രാഷ്ട്രീയ ബിസിനസ്സിൽ ഭാവി അങ്ങനെയുള്ളവർക്കും ഉള്ളൂ. ഏതായാലും നല്ല ആളുകളെയും നല്ല വിവരമുള്ള ആളുകളെയും ഒക്കെ ജയിപ്പിക്കുക, ബോധമുള്ള ആളുകളെ ജയിപ്പിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ. ഓക്കെ, താങ്ക് യു.